നമ്മുടെ പെട്രോളിയം വകുപ്പ് മന്ത്രി, പാചകവാത വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി സാറൊക്കെ പറയുന്നത് ഗ്യാസൊന്നും എങ്ങും തീർന്നിട്ടില്ല, എല്ലാവരുടെയും ഗ്യാസ് പെരുകി വയറ് നിറയെ ഗ്യാസായിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ സംഗതി ഗ്യാസ് തീർന്നപ്പോൾ ഗ്യാസ് പോയി നിയന്ത്രണം വിട്ട ആളുകൾ അരിപ്പത്തിരിക്ക് ഉന്തും തള്ളുമായി അവസാനം പോലീസെത്തി ആളുകളെ പിരിച്ചുവിടേണ്ടി വന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൊരിപ്പ് സാധനവും അരിപ്പത്തിരിയും കിട്ടാതെ വരികയും ഈ കഴിഞ്ഞ നോമ്പ് കാലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെക്കൻ കേരളത്തിലെ വിഭവങ്ങളിലൊന്നായ അരിപ്പത്തിരിയും അത് ചുടുന്ന അതിൻ്റെ പാളവും ആ ചട്ടിയുമൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടുകാർക്കെതിരെ കടുത്ത പ്രാർത്ഥനയിലായിരുന്നു. തുടങ്ങിയ അന്ന് മുതൽ അതിൻ്റെ പുറം പൊള്ളി ഒരു പരുവായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗ്യാസ് തീർന്ന വാർത്ത വന്നതോടുകൂടി പലയിടങ്ങളിലും അത് മാറി ബിരിയാണി ചെമ്പിലേക്ക് മാറി. രാത്രി പിന്നെ പള്ളികളിൽ കൊടുക്കുമ്പോൾ അല്പം ബിരിയാണി കൊടുക്കുന്ന, അല്ലെങ്കിൽ ബിരിയാണി പോലെ എന്തെങ്കിലും ഒന്നാക്കി കൊടുക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ എത്തി. സംഗതി അരിപ്പത്തിരി കാണുമ്പം വളരെ എലുമ്പനാണെങ്കിലും അവനെ അതുപോലെ ഒന്ന് ആക്കിയെടുക്കാൻ ഒരുപാട് അഗ്നിജ്വാല വേണമെന്നാണ് അതിൻ്റെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കായംകുളത്താണ് ഈ സംഭവം ഉണ്ടായത്. ഈ നോമ്പ് മാസം ആളുകളെ സംസ്കരിച്ച് സൂക്ഷ്മതയുള്ളവരാക്കി മാറ്റും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ആ അർത്ഥം അങ്ങനെയാണ് വിവക്ഷിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ സൂക്ഷ്മതയുടെ സംഗതി വരുമ്പോഴേക്കും ഭക്ഷണാദി കാര്യങ്ങളിൽ വരുമ്പോൾ അതിൻ്റെ നിയന്ത്രണം പിടിച്ചാൽ നിൽക്കില്ല. കായംകുളത്ത് ഒരു ഹോട്ടൽ ഉടമ അരിപ്പത്തിരിക്ക് ഓർഡർ എടുത്തു. പിന്നെ നടന്നത് ദേ ഇങ്ങനെയാണ്. ആളെത്തിയപ്പോൾ ഉടമയുടെ ഗ്യാസ് തീർന്നു. പാവം എന്തു ചെയ്യും? ആളുകൾക്ക് അരിപ്പത്തിരി ഇല്ലെന്ന് കേട്ടപ്പോൾ അവരുടെയും ഗ്യാസ് പോയി, നിയന്ത്രണവും പോയി. 30 ദിവസത്തെ നോമ്പിൻ്റെ കടുത്ത സമർപ്പണത്തിലൂടെ നേടിയെടുത്ത എല്ലാ സംഗതികളും അരിപ്പത്തിരി തീർന്നു എന്നറിഞ്ഞതോടുകൂടി ദേ താഴെ കിടക്കുന്നു. അവസാനം ഉന്തും തള്ളുമൊക്കെ ആയി പോലീസെത്തി ആളുകളെ പിരിച്ചുവിടേണ്ടി വന്നു. ഇതിൽ 2 ഗുണപാഠങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയോ? എപ്പോഴും മനുഷ്യൻ ഒരു അടിസ്ഥാനമാക്കിയുള്ള ജീവിയാണ്. എന്തെല്ലാം സംഗതികളുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ചില വിഷയങ്ങളിൽ വരുമ്പോഴേക്കും അസിൽ വല്ലാതെ കൂടി വരും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരുപാട് ദീർഘനാൾ ഒരു പള്ളിയിൽ ആത്മാർത്ഥമായി മറ്റൊരു മോഹവുമില്ലാതെ പണിയെടുക്കുന്ന, എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ സത്യസന്ധനായ ഒരു പണ്ഡിതനെക്കുറിച്ച് ഒരു കമ്മിറ്റി മെമ്പർ ചോദിച്ചത് 10-30 വർഷമായി പുള്ളി പണിയെടുത്തിട്ട് ആര് നന്നായി എന്ന് ചോദിച്ചത്രേ. ഞാൻ പറഞ്ഞ ആളിനോട് ഞാൻ പറഞ്ഞ മറുപടി, അതിന് അദ്ദേഹം ഇവിടെ വന്ന് ഈ പള്ളിയിലെ പണിയെടുക്കുന്നു എന്നുള്ളതല്ലാതെ ഈ മഹലിലെ മുഴുവൻ സ്ത്രീകളെയും അദ്ദേഹം വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ബീജത്തിലുണ്ടായ കുട്ടികളല്ലല്ലോ ഈ കിടന്ന് ഓടുന്നവരാരും. അങ്ങനെയാണെങ്കിലാണല്ലോ പുള്ളിയോട് ചോദിക്കുന്നത് എന്തേ നിൻ്റെ മക്കളെല്ലാം അങ്ങനെയായി എന്നുള്ളത്. കാരണം അവർക്കിത് പണിയെടുക്കാനും ബോധമുണ്ടാക്കി കൊടുക്കാനും വിവരങ്ങൾ എത്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും പാടുപെടാനും ഒക്കെയല്ലേ കഴിയുള്ളൂ. അല്ലാതെ അതിനപ്പുറത്ത് ഓരോരുത്തരും ഇത് കാണിക്കുന്നത് അവരവരുടെ അസൽ ഗുണങ്ങളാണ്. അപ്പോൾ ഈ അസൽ ഗുണത്തിൻ്റെ ഭാഗമായി മയക്കുമരുന്നുകാർ, പിന്നെ കള്ളന്മാർ, കൊള്ളക്കാർ, വേന്ദ്രന്മാർ, ഇനി ഇതൊന്നുമില്ലാത്ത പാവങ്ങളും നല്ലവരുമായ മനുഷ്യർ, ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ഇനം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയും വരും. ഈ അസൽ വിട്ട് ചില സവിശേഷമായ പ്രത്യേകതകൾ കാണിക്കും. പക്ഷേ അതങ്ങനെ അതുപോലെ തന്നെ അതുപോലെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഈ പല പ്രായമായവരും ചോദിക്കുന്നത് അസൽ മുന്തുവോ അറിവ് മുന്തുവോ എന്ന്. ഇപ്പോൾ സംഗതി ഈ പറയുന്ന അസൽ ഗുണം ഇങ്ങ് കയറി വരും. രണ്ടാമത്തെ കാര്യം, നോമ്പിനെക്കുറിച്ച് പറയുന്നത് വളരെ സൂക്ഷ്മതയുള്ള മനുഷ്യരാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അച്ചടക്കം, സമാധാനം, വൈകാരികതയുടെ നിയന്ത്രണം, ഇതെല്ലാമാണ് അതിൻ്റെ ഒരു
നിഷ്ഠയെങ്കിലും ഒരാൾ വളരെ ദുഃഖത്തോടെ പറഞ്ഞു, ഇത്രയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് മാത്രമായിരിക്കില്ല. ഈ നോമ്പ് പൂർണ്ണമായും പടച്ചവൻ തൃപ്തിപ്പെട്ടാൽ നിഷ്കളങ്കമായ ഒരു കുഞ്ഞിൻ്റെ കൂട്ട ആളുകളായി തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അന്നേരം ഒരു ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ നിഷ്കളങ്കമായ ഒരു ഭാവത്തിൽ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നുള്ളത് കൊണ്ടുകൂടിയായിരിക്കും ചിലപ്പോൾ ഒരു തിക്കും തിരക്കുമൊക്കെ ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. എന്തായാലും അരിപ്പത്തിരി അങ്ങനെ ശ്രദ്ധേയമായി എല്ലാ ചാനലുകളിലും വന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു, ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അടുത്തുള്ളൊരു നാടല്ലേ, അരിപ്പത്തിരിക്ക് ഒരു തെള്ളൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വന്നു കഴിഞ്ഞു. പലരും എനിക്ക് അയച്ചു തരുന്നു, കണ്ടില്ലേ എന്ന് ചോദിച്ച്. അല്ലെങ്കിൽ ആളുകൾക്ക് ഇച്ചിരി അസുഖം കൂടുതലാണ്. കാരണം എവിടെയെങ്കിലും ഒരു അരിപ്പത്തിരിക്ക് ഒരു ഉന്തും തള്ളും മനുഷ്യൻ മനസ്സമാധാനമായിട്ട് ഉണ്ടാക്കിയാൽ അത് വാർത്തയാക്കി കളയും.